വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും പാർലമെന്റിൽ തുടരും. രാജ്യസഭയിലെ ചർച്ച പൂർത്തിയായിട്ടില്ല. ജയറാം രമേശ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് സംസാരിക്കും. തൗഫീഖ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, SIRമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇന്നും പുനരാരംഭിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാജ്യസഭയിലും ചർച്ച പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതും ഇന്ന് തുടരാനുള്ള സാധ്യതയാണോ? എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്? SIRമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് രാജ്യസഭയിൽ ഇന്ന് തുടരുക. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഉൾപ്പെടെ നടന്നിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യസഭയിൽ ചർച്ച തുടരുന്നത്. ജയറാം രമേശ്, അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ഇന്ന് സഭയിൽ സംസാരിക്കുക. വലിയ രീതിയിലുള്ള വിമർശനം നേതാക്കളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും. കാരണം ബീഹാറിൽ ഉൾപ്പെടെ SIR നടപ്പാക്കിയപ്പോൾ ഉണ്ടായ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിരവധി ജനങ്ങളെ അത് ബാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ SIR പ്രഖ്യാപിച്ച 12 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നിരവധി BLOമാർ ആത്മഹത്യ ചെയ്തു. ജോലി സമ്മർദ്ദം മൂലമാണ് അവരുടെ ആത്മഹത്യ എന്നാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന പരാതികൾ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ജയറാം രമേശും ജോൺ ബ്രിട്ടാസും എല്ലാം സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും. അതേസമയം ഭരണപക്ഷം അതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും നോക്കുക. കാരണം നേരത്തെ തന്നെ ഈ BLOമാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ജോലി സമ്മർദ്ദം മൂലമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കും. അതല്ലാതെ SIRമായി ബന്ധപ്പെട്ട നടപടികളിൽ ജോലിഭാരം വരേണ്ട കാര്യമില്ല. കാരണം അത് സുഗമമായിട്ട് ലളിതമായിട്ട് നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. അതിനെന്തിനാണ് ഇത്രയധികം ജോലിഭാരം എന്ന് പറയുന്നത് എന്ന കാര്യം സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് അത്തരം തരത്തിലേക്ക് ചർച്ചകൾ മാറുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷവും തയ്യാറാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉൾപ്പെടെ ശബരിമല വിഷയം ഉൾപ്പെടെ സഭയിൽ ഉന്നയിച്ചിരുന്നു. ഹൈബീഡനും അതോടൊപ്പം തന്നെ KC വേണുഗോപാലുമായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഭയിൽ ഉന്നയിച്ചത്. സമാനമായ രീതിയിൽ ഇന്നും കേരളത്തിലെ ചില വിഷയങ്ങൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ സഭയിൽ ഉന്നയിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി സഭയിൽ ഉന്നയിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. വിവിധ അടിയന്തര പ്രമേയ നോട്ടീസുകൾ കൂടി ഇന്ന് പ്രതിപക്ഷ MPമാർ സഭയിൽ നൽകും.